കണ്ടിന്യൂറ്റി അറ്റ് എ പോയിന്റ് എന്ന കോൺസെപ്റ്റ് ഇപ്പോൾ നമുക്കറിയാം. ഒരു ഫംഗ്ഷൻ അതിന്റെ ഡൊമെയിനിലെ എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണെന്നിരിക്കട്ടെ. എന്ന് പറഞ്ഞാൽ ഡൊമെയിനിലെ എല്ലാ പോയിന്റിലും ആ ഫംഗ്ഷന് ലിമിറ്റ് ഉണ്ട്, വാല്യൂ ഉണ്ട്, ലിമിറ്റും വാല്യൂയും ഈക്വൽ ആണ്. ഇങ്ങനെയുള്ള ഫംഗ്ഷനെ നമ്മൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയും. ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ which is continuous at every point in the domain is called a continuous function. അത്തരത്തിലൊരു ഉദാഹരണം നമുക്ക് നോക്കാം. f of x is equal to 2x square plus 5. ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ. ഇതിന്റെ ഗ്രാഫ് നമുക്കൊന്ന് ഓർമ്മിച്ച് നോക്കാം. y is equal to 2x square plus 5 പരാബോളയാണ്. ബ്രേക്ക് ഒന്നുമില്ലാതെ തുടർച്ചയായി പോകുന്ന പരാബോള. അതുകൊണ്ട് തന്നെ നമുക്കത് കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റും. അത് നമുക്ക് എങ്ങനെ മാത്തമാറ്റിക്കലായി ഒന്നുകൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യാം? ഇത് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ ഡൊമെയിനിലെ എല്ലാ പോയിന്റിലും ഈ ഫംഗ്ഷന് ലിമിറ്റ് വേണം, വാല്യൂ വേണം, അത് രണ്ടും ഈക്വൽ ആയിരിക്കണം. നമുക്ക് ഡൊമെയിനിൽ ഒരു ആർബിട്രറി പോയിന്റ് എടുക്കാം. x is equal to a is an arbitrary point in the domain. ഈ പോയിന്റിൽ ഫംഗ്ഷന്റെ ലിമിറ്റ് എന്തായിരിക്കും? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ 2x square plus 5. എഫ് ഓഫ് എക്സ് 2x square plus 5 ആണല്ലോ. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ 2x square plus 5 is 2a square plus 5. 2a square plus 5. അതുപോലെ എ എന്നുള്ള പോയിന്റ് ഫംഗ്ഷന്റെ വാല്യൂ എഫ് ഓഫ് എ ദാറ്റ് ഈസ് ഓൾസോ 2a square plus 5. ലിമിറ്റ് 2a square plus 5 ആണ്, വാല്യൂ 2a square plus 5 ആണ്. ഈ ഇതിന്റെ ഡൊമൈനിൽ ഏത് പോയിന്റിൽ എടുത്താലും ഇത് ശരിയാണ്. ഡൊമൈനിലെ പോയിന്റ് എന്ന് പറയുമ്പോൾ ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. അപ്പൊ ഏത് റിയൽ നമ്പർ എ എടുത്താലും ആ പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂയും ലിമിറ്റും ഈക്വൽ ആണ്. സോ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x square plus 5 ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഇത് ഈ ഫംഗ്ഷന് മാത്രമല്ല, ഇതുപോലെയല്ല എല്ലാ പോളിനോമിയൽ ഫംഗ്ഷന്റെയും പ്രോപ്പർട്ടിയാണ്. എല്ലാ പോളിനോമിയൽ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ്. അതായത് അതിന്റെ ഡൊമൈനിൽ എല്ലാ പോയിന്റിലും അതിന് ലിമിറ്റ് ഉണ്ട്, വാല്യൂ ഉണ്ട്, ഈക്വൽ ആണ്. എവറി പോളിനോമിയൽ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. അതുപോലെ മറ്റൊരു ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/x. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/x റാഷണൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ റെസിപ്രോക്കൽ ഫംഗ്ഷൻ എന്നൊക്കെ പറയാം. ഇതിന്റെ ഡൊമൈനിൽ ഒരു പോയിന്റ് എടുത്ത് നോക്കാം. x is equal to a is an arbitrary point in the domain. എക്ക് ആവാൻ പറ്റാത്ത വാല്യൂ ഉണ്ട്, a not equal to 0. ഡൊമൈനിൽ ഇല്ലാത്തതാണ് 0. കാരണം 1/0 അൺഡിഫൈൻഡ് ആണ്. സോ a is any real number other than 0 is an arbitrary point in the domain of f of x. അപ്പൊ എയിലെ ഫംഗ്ഷന്റെ ലിമിറ്റ് എന്തായിരിക്കും? ലിമിറ്റ് x tends to a f of x is equal to ലിമിറ്റ് x tends to a 1/x. എന്താണത്? 1/a. അതുപോലെ എഫ് ഓഫ് എ എന്താണ്? 1/a. ലിമിറ്റ് 1/a ആണ്, വാല്യൂ 1/a ആണ്. സോ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/a is continuous at every point in the domain, or that function is a continuous function. ഇത് ഈ റാഷണൽ ഫംഗ്ഷൻ അല്ല, എല്ലാ റാഷണൽ ഫംഗ്ഷനും ഈ പ്രോപ്പർട്ടി ഉണ്ടാവും. എന്താ റാഷണൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? എ പോളിനോമിയൽ പി ഓഫ് എക്സ് ബൈ അനദർ പോളിനോമിയൽ ക്യൂ ഓഫ് എക്സ്. ഈ ഫോമിൽ വരുന്ന ഫംഗ്ഷൻ ആണ് റാഷണൽ ഫംഗ്ഷൻ. ഒരു കണ്ടീഷൻ ഉണ്ട്, ക്യൂ ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0. ഈ ഫോമിൽ വരുന്ന പി ഓഫ് എക്സ് ബൈ ക്യൂ ഓഫ് എക്സ്, എ പോളിനോമിയൽ ബൈ അനദർ പോളിനോമിയൽ, ഈ ഫോമിൽ വരുന്ന എല്ലാ ഫംഗ്ഷൻസും ഇതുപോലെ കണ്ടിന്യൂസ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സൈൻ എക്സ്, കോസ് എക്സ് തുടങ്ങിയ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണ്. നമുക്ക് ഇതേപോലെ പ്രൂവ് ചെയ്യാവുന്നേ ഉള്ളൂ. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, ലോഗരിതമിക് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഈ ഫംഗ്ഷൻ ഒക്കെ അതിന്റെ ഡൊമൈനിൽ എല്ലാ പോയിന്റിലും ലിമിറ്റും ഉണ്ട്, വാല്യൂ ഉണ്ട്, ഈക്വൽ ആണ്. അപ്പം ഇത് നമ്മൾ സാധാരണ കൈകാര്യം ചെയ്യുന്ന പല ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണ്. ഇതൊക്കെ നമുക്ക് സ്വയം ഇതേപോലെ പ്രൂവ് ചെയ്ത് നോക്കാം. ഓരോ ഫംഗ്ഷനോടത്ത് കണ്ടിന്യൂറ്റി ഈ രീതിയിൽ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് നോക്കാം.
ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. ഒരു പീസ് വൈസ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 ഇഫ് എക്സ് ലെസ് ദാൻ 1, എക്സ് പ്ലസ് 1 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഇതിന്റെ കണ്ടിന്യൂറ്റി ഇത് എക്സ് ലെസ് ദാൻ 1 ആകുമ്പോൾ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആകുമ്പോൾ ഫംഗ്ഷൻ എക്സ് പ്ലസ് 1 ആണ്. ഇത് കണ്ടിന്യൂസ് ആണോ നമുക്ക് എങ്ങനെ നോക്കാം? ആദ്യം എക്സ് ലെസ് ദാൻ 1 ആണെങ്കിൽ എന്താണ് ഫംഗ്ഷൻ? എക്സ് സ്ക്വയർ പ്ലസ് 1. നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്, കണ്ടിന്യൂസ് ആണ്. എക്സ് ലെസ് ദാൻ 1 ആണെങ്കിൽ പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്, കണ്ടിന്യൂസ് ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിലോ അപ്പോഴും പോളിനോമിയൽ ഫംഗ്ഷൻ തന്നെ എക്സ് പ്ലസ് 1, അതും കണ്ടിന്യൂസ് ആണ്. അപ്പൊ എക്സ് ലെസ് ദാൻ 1 ആണെങ്കിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിലും കണ്ടിന്യൂസ് ആണ്. ഇനി എക്സ് ഈക്വൽ ടു 1 ആണെങ്കിലോ അവിടെ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. എക്സ് ഈക്വൽ ടു 1നുള്ള കുഴപ്പം ലെഫ്റ്റ് സൈഡിൽ ഫംഗ്ഷൻ ഒന്നാണ്, റൈറ്റ് സൈഡിൽ ഫംഗ്ഷൻ വേറെ ഒന്നാണ്. അപ്പൊ അവിടെ നമുക്ക് ഈ ഫംഗ്ഷന്റെ രണ്ട് ലിമിറ്റുകൾ പരിശോധിക്കണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ്. എന്താണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് when x less than 1. 1 മൈനസ് എന്ന് പറയുമ്പോൾ 1ന്റെ ഇടത് ഭാഗത്ത് നിന്നാണ് നടക്കുന്നത്, എക്സ് ലെസ് ദാൻ 1 ആണ്. അപ്പോൾ എന്താ ഫംഗ്ഷൻ? എക്സ് സ്ക്വയർ പ്ലസ് 1. എന്താ കിട്ടുക? ദിസ് ഇസ് ഈക്വൽ ടു 1 സ്ക്വയർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 2. അതുപോലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് വരും റൈറ്റ് സൈഡ്. റൈറ്റ് സൈഡിൽ എന്താ ഫംഗ്ഷൻ? എക്സ് പ്ലസ് 1. എന്തായി ലിമിറ്റ്? ദാറ്റ് ഈസ് 1 പ്ലസ് 1 ഇസ് ഈക്വൽ ടു 2. അപ്പൊ ലെഫ്റ്റ് ലിമിറ്റ് 2 ആണ്, റൈറ്റ് ലിമിറ്റ് 2 ആണ്. സോ ദേ ആർ ഈക്വൽ ആൻഡ് ദ ലിമിറ്റ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 ഈസ് 2. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2. ഇനി 1ലുള്ള വാല്യൂ നമുക്ക് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ നോക്കാം. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. എന്താ? എക്സ് ഈക്വൽ ടു 1 ആകുമ്പോൾ വാല്യൂ എക്സ് പ്ലസ് 1 ആണ്. സോ എഫ് ഓഫ് 1 ഈസ് 1 പ്ലസ് 1 ഇസ് ഈക്വൽ ടു 2. അപ്പൊ ലിമിറ്റ് 2 ആണ്, വാല്യൂ 2 ആണ്. സോ ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് 1. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? വെൻ എക്സ് ലെസ് ദാൻ 1 the function is x square plus 1. That is a polynomial function and it is continuous. X greater than 1. When function is x plus 1, it is also a polynomial function, so it is continuous. Up x less than 1 continuous ആണ്, x greater than 1 continuous ആണ്. പിന്നെ നമുക്ക് പരിശോധിക്കേണ്ട x equal to 1 ആണ്. അവിടെ നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കുകയാണ്, കാരണം രണ്ട് സൈഡിലും രണ്ട് ഫംഗ്ഷൻ ആണ്. ലെഫ്റ്റ് ലിമിറ്റ് കണ്ടുനോക്കി, റൈറ്റ് ലിമിറ്റ് കണ്ടുനോക്കി. അങ്ങനെ രണ്ടും ഈക്വൽ ആണ്. 2 കിട്ടി. ഇപ്പൊ ലിമിറ്റ് 2 ആണ്, പിന്നെ വാല്യൂ നോക്കി 2 ആണ്. അപ്പൊ 1ലും കണ്ടിന്യൂസ് ആണ്. അപ്പൊ എക്സ് ലെസ് ദാൻ 1ൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, എക്സ് ഗ്രേറ്റർ ദാൻ 1 കണ്ടിന്യൂസ് ആണ്, എക്സ് ഈക്വൽ ടു 1ലും കണ്ടിന്യൂസ് ആണ്. സോ ദ ഫംഗ്ഷൻ ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 സൈൻ എക്സ്, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് 1, എക്സ് ഗ്രേറ്റർ ദാൻ 1. അതിന്റെ ഗ്രാഫും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ഗ്രാഫ് കണ്ടാൽ തന്നെ നമുക്കറിയാം കണ്ടിന്യൂറ്റി ഇല്ല. എവിടെയാണ് കണ്ടിന്യൂറ്റി പോകുന്നത്? 1 എന്ന് പറയുന്ന പോയിന്റ് കണ്ടിന്യൂറ്റി പോകുന്നുണ്ട്. 1ന്റെ ഇടത് ഭാഗത്ത് ഫംഗ്ഷൻ 2 സൈൻ എക്സ് ആണ്, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ, ഡിഫൈൻഡ് ആണ്, കണ്ടിന്യൂസ് ആണ്, ഒരു പ്രശ്നമില്ല. എക്സ് ഗ്രേറ്റർ ദാൻ 1ൽ എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് 1 ആണ്, പരാബോളയാണ്, പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്, കണ്ടിന്യൂസ് ആണ്. ഇപ്പൊ എക്സ് ലെസ് ദാൻ 2ലും കണ്ടിന്യൂസ് ആണ്, എക്സ് ഗ്രേറ്റർ ദാൻ 2ലും കണ്ടിന്യൂസ് ആണ്. ഇത് എക്സ് ഇസ് ഈക്വൽ ടു 2യിലോ രണ്ട് ലിമിറ്റ് കണ്ടുവെക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ്, സോറി 2 അല്ല, ലിമിറ്റ് 1. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് 2 സൈൻ എക്സ്. എന്തായി ലിമിറ്റ്? ദാറ്റ് ഈസ് 2 സൈൻ 1. ലെഫ്റ്റ് സൈഡ് ലിമിറ്റ് 2 സൈൻ 1 ആണ്. ഇനി റൈറ്റ് സൈഡ് ലിമിറ്റ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എന്താ ഫംഗ്ഷൻ? എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് 1, ദാറ്റ് ഈസ് 1 സ്ക്വയർ ബൈ 2, 1 by 2 മൈനസ് 1, ദാറ്റ് ഈസ് മൈനസ് 1 by 2. ലെഫ്റ്റ് ലിമിറ്റ് 2 സൈൻ 1 ആണ്,
റൈറ്റ് ലിമിറ്റ് -1/2 ആണ്. അപ്പൊ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് കണ്ടിന്യൂറ്റി ഇല്ല. അപ്പൊ ഈ ഫംഗ്ഷന് 1 എന്ന് പറയുന്ന പോയിന്റ് കണ്ടിന്യൂറ്റി ഇല്ല, അല്ലെ 1 is a point of discontinuity. So the given function f of x is continuous at every real numbers except at the point x is equal to 1. അപ്പൊ ഈ ഫംഗ്ഷന് നമുക്ക് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് വിളിക്കാൻ പറ്റൂല. ഡൊമൈനിലെ ഒരു പോയിന്റിൽ അതിന്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുന്നുണ്ട്. കണ്ടിന്യൂറ്റിയുടെ ചില പ്രോപ്പർട്ടികളെ കുറിച്ചാണ് അടുത്ത നമ്മുടെ ഡിസ്കഷൻ. രണ്ട് ഫംഗ്ഷൻ എഫും ജിയും രണ്ടും എ എന്ന പോയിന്റിൽ ഡിഫൈൻഡ് ആണ്, എയിൽ കണ്ടിന്യൂസുമാണ്. എഫ് ആൻഡ് ജി ആർ ടു റിയൽ ഫംഗ്ഷൻസ് ഡിഫൈൻഡ് അറ്റ് പോയിന്റ് എ and continuous at the point A. Then their sum, difference, product and quotient are continuous at the point A. That means f plus g, f minus g, fg and f by g. ഇതൊക്കെ എയിൽ കണ്ടിന്യൂസ് ആയിരിക്കും. f by g എടുക്കുമ്പോൾ g of a not equal to 0 ആയിരിക്കണം മാത്രം. അപ്പൊ രണ്ട് ഫംഗ്ഷൻ ഒരു പോയിന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിന്റെ സമ്മ്, ഡിഫറൻസ്, പ്രോഡക്റ്റ്, കോഷ്യന്റ് ഒക്കെ കണ്ടിന്യൂസ് ആണ്. ഇത്തരത്തിലൊരു പ്രോപ്പർട്ടി കോമ്പോസിറ്റിനുണ്ട്. അതായത് എഫും ജിയും രണ്ട് ഫംഗ്ഷൻസ്, ജി കോമ്പോസിറ്റ് എഫ് ഡിഫൈൻഡ് ആണ്. അതിലെ എഫ് എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണ്, ജി എഫ് ഓഫ് എയിലും കണ്ടിന്യൂസ് ആണ്. എഫ് എയിൽ കണ്ടിന്യൂസ് ആണ്, ജി എഫ് ഓഫ് എയിൽ കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ ജി കോമ്പോസിറ്റ് എഫ് എയിൽ കണ്ടിന്യൂസ് ആയിരിക്കും. ഇഫ് ജി ആൻഡ് എഫ് ആർ two real functions so that G composite f is defined and f is continuous at A, G is continuous at f of A, then G composite f is continuous at A. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് എടുക്കാവുന്ന ഒരു നിഗമനം, രണ്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ അതിന്റെ കോമൺ ഡൊമൈനിൽ ഇതിന്റെ സമ്മും, ഡിഫറൻസും, പ്രോഡക്റ്റും, കോഷ്യന്റും, കോമ്പോസിറ്റും ഒക്കെ കണ്ടിന്യൂസ് ആയിരിക്കും. പല സ്ഥലത്തും ഉപകാരപ്രദമാവുന്ന ഒരു പ്രത്യേകതയാണിത്. ഉദാഹരണമായിട്ട് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഇത് കണ്ടിന്യൂസ് ആവാൻ നോക്കാൻ നമുക്ക് വലിയ പണിയൊന്നുമില്ല. നേരത്തെ ഇതുപോലെ വാല്യൂ ലിമിറ്റ് ഒന്നും നോക്കണ്ട. കാരണം എക്സ് സ്ക്വയർ പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്, അത് കണ്ടിന്യൂസ് ആണ്. സൈൻ എക്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഈ രണ്ട് ഫംഗ്ഷനും കണ്ടിന്യൂസ് ആയതുകൊണ്ട് അതിന്റെ കോമൺ റീജിയനിൽ ഇതിന്റെ സമ്മും കണ്ടിന്യൂസ് ആണ്. സോ എക്സ് സ്ക്വയർ പ്ലസ് സൈൻ എക്സ് ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. മറ്റൊരു എക്സാമ്പിൾ ആണ് മോഡ് ടാൻ എക്സ്. ഇതൊരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. ഇപ്പൊ യു ഓഫ് എക്സ് എന്ന് പറയുന്നത് മോഡ് എക്സും വി ഓഫ് എക്സ് എന്ന് പറയുന്നത് ടാൻ എക്സും ആണെങ്കിൽ യു ഓഫ് എക്സിന്റെയും വി ഓഫ് എക്സിന്റെയും കോമ്പോസിറ്റ് യു കോമ്പോസിറ്റ് വി ഓഫ് എക്സ് ആണ് മോഡ് ടാൻ എക്സ്. കാരണം എന്താ യു കോമ്പോസിറ്റ് വി ഓഫ് എക്സ് എന്ന് പറഞ്ഞാല് യു ഓഫ് വി ഓഫ് എക്സ്, ദാറ്റ് ഈസ് യു ഓഫ് ടാൻ എക്സ്, ദാറ്റ് ഈസ് മോഡ് ടാൻ എക്സ്. ഇപ്പൊ യു ഓഫ് എക്സ് മോഡുലസ് ഫംഗ്ഷൻ ആണ്, ഡൊമൈനിൽ കണ്ടിന്യൂസ് ആണ്. ടാൻ എക്സ് അതും കണ്ടിന്യൂസ് ആണ്. അപ്പൊ മോഡ് ടാൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനും അതിന്റെ ഡൊമൈനിൽ കണ്ടിന്യൂസ് ആണ്. സോ മോഡ് ടാൻ എക്സ് ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഒരു എക്സാമ്പിൾ ഒരു നോക്കാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് 1 മൈനസ് എക്സ് പ്ലസ് മോഡ് എക്സ്, മോഡുലസ് ഓഫ് 1 മൈനസ് എക്സ് പ്ലസ് മോഡ് എക്സ്. ഇതിന്റെ കണ്ടിന്യൂറ്റിനെ പറ്റി ആലോചിക്കാം. Suppose u is equal to 1 minus x and v is equal to mod x. അപ്പോൾ 1 minus x plus mod x എന്ന് പറയുന്നത് u plus v ആണ്. u plus v is equal to 1 minus x plus mod x. 1 minus x പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്, കണ്ടിന്യൂസ് ആണ്. മോഡുലസ് ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ്. അപ്പൊ അതിന്റെ സം 1 minus x plus mod x കണ്ടിന്യൂസ് ആണ്. നമുക്കതല്ല പ്രൂവ് ചെയ്യേണ്ടത്, മോഡ് ഓഫ് 1 മൈനസ് എക്സ് പ്ലസ് മോഡ് എക്സ് ആണ്. അതായത് വി ഓഫ് അല്ലെങ്കിൽ വി കോമ്പോസിറ്റ് യു പ്ലസ് വി, ദാറ്റ് ഈസ് വി ഓഫ് യു പ്ലസ് വി. എന്താ വി ഓഫ് യു പ്ലസ് വി എന്ന് പറഞ്ഞാല്
V is mod x, that is mod u plus v, that is mod 1 minus x plus mod x ആണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ മോഡ് 1 മൈനസ് എക്സ് പ്ലസ് മോഡ് എക്സ് എന്ന് പറയുന്നത് യുവിന്റെയും യു പ്ലസ് വിന്റെയും കോമ്പസിറ്റ് ആണ്. യു 1 മൈനസ് എക്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു, കണ്ടിന്യൂസ് ആണ്. യു പ്ലസ് വി 1 മൈനസ് എക്സ് പ്ലസ് മോഡ് എക്സ് അതും കണ്ടിന്യൂസ് ആണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും കോമ്പസിറ്റും കണ്ടിന്യൂസ് ആണ്. സോ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് മോഡ് 1 മൈനസ് എക്സ് പ്ലസ് മോഡ് എക്സ് ഈസ് കണ്ടിന്യൂസ്. അപ്പൊ ഇത്തരത്തിലുള്ള പല ഫംഗ്ഷന്റെയും കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനൊക്കെ നമുക്ക് ഈ പ്രോപ്പർട്ടി ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ഒരു ഫംഗ്ഷൻ അതിന്റെ ഡൊമൈനിലെ എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണെങ്കിൽ ആ ഫംഗ്ഷനെ നമ്മൾ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് വിളിക്കും. പിന്നെ കണ്ടിന്യൂറ്റിയുടെ ചില പ്രോപ്പർട്ടീസ് ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ലെസണിലുള്ളത്.